ഒത്തിരി നാളായല്ലേ കണ്ടിട്ട്? സുഖമാണോ? ഒരുപാട് നാളായി. സുഖമാണ്. എന്തായി ഒരു വീടിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ? ഞാൻ ആകെപ്പോയ ഡെസ്പാ. ശരിക്കും പറഞ്ഞാല് വീട് എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ശരിക്കും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീട് നോക്കി 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 ഇങ്ങനെ തളർന്നു. ശരിക്കും പറഞ്ഞ എനിക്കൊരു ഒരു മാർഗം കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞ എന്റെ സ്വപ്നങ്ങൾ പൈസ എത്രത്തോളം മറിയും? അത് ഒരു ഓഫർ വന്നിട്ടുണ്ട്. എന്ത് ഓഫർ? ഒരു ഓഫർ വന്നിട്ടുണ്ട്. എന്നാൽ എത്രത്തോളം ഒക്കും? ഉള്ളതേ പറയാവൂ, കള്ളം പറയരുത്, ഉള്ള കാര്യം പറയണം. അത് സാറ് പറ, എന്തോ ഓഫർ എന്ന് പറ. ആദ്യം ഒന്ന് കേൾക്കട്ടെ എന്താ സംഭവം. സാർ അതിപ്പോ ശരിക്കും പറയാൻ നമുക്കത് പറയാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ 500 രൂപ എടുക്കാൻ കാണും. 500 രൂപ എല്ലാവരുടെ കയ്യിലല്ലേ? 500 രൂപ എടുക്കാൻ കാണും. 500 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വമ്പൻ ഒരു ഓഫർ ഉണ്ട്. അതെന്ത് ഓഫർ? വെറും 500 രൂപ മുടക്കിയാൽ മതി. 500 രൂപയ്ക്ക് വീടോ? സാർ ഞാൻ ഒരുപാട് നാളായി കള്ളം പറയില്ലെന്ന് അറിയാലോ. ഞാൻ അങ്ങനെ കള്ളം പറയുന്ന ഒരാളല്ല. വലിയ നമ്മൾ എത്രേ കൊല്ലത്തെ പരിചയക്കാരാണ്. 500 രൂപയ്ക്ക് വീടെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നോട് വരാൻ പറ്റൂ? എനിക്ക് നമുക്ക് ഒരു സ്ഥലം വരെ ഒരു യാത്ര പോകണം. പോവാ. 500 രൂപയ്ക്ക് വീടോ? വെറും 500 രൂപയ്ക്ക്. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ പറയുന്നില്ല. എന്നോട് വരാൻ പറ്റുമോ? വരാം. 500 രൂപയ്ക്ക് വീടെന്ന് പറഞ്ഞാൽ പിന്നെ യാത്ര ചെയ്യണം, കുറച്ച് പോകണം. ആണോ? എവിടേക്കാണ്? തൊട്ടടുത്ത് തന്നെ. ആണോ? കുറച്ച് ദൂരം. ഒന്ന് കാറിൽ യാത്ര ചെയ്ത് ശകലം റോഡിലോട് ചേർന്ന്, അത് റോഡ് സൈറ്റിലാണ്. റോഡ് സൈഡിൽ 500 രൂപയ്ക്ക് വീട്. എന്നാ പിന്നെ അതൊന്നും കേട്ടിട്ട് തന്നെ ബാക്കി കാര്യം ഞാൻ ഏതായാലും നമുക്ക് തിരക്കാം. ഉള്ളയാണോ എന്തോ. ഈ MC റോഡിൽ നമ്മൾ തിരുവല്ല പോകുന്ന റോഡ് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലേ? സത്യം, ശരിക്കും വിശ്വസിച്ചില്ല. എനിക്ക് ഇപ്പൊ അത് ബോധ്യപ്പെട്ടു. എന്തായാലും നമുക്ക് അവിടെ പോയി കാര്യങ്ങൾ തിരക്കാം. ഇതാണ് വീട് കേട്ടാ. ഇതോ? ഇത് കണ്ട? പറഞ്ഞപ്പോ വിശ്വാസമില്ലായിരുന്നല്ലോ. അയ്യോ, 500 രൂപയ്ക്ക് ഇതാ വീട്? ഇതെന്താണ് ശരിക്കും വിൽക്കാൻ പോവാണോ? എന്താ സംഭവം? ഇല്ല, ഞാൻ ഇനി കാര്യം പറയാം. പറയൂ. 500 രൂപയ്ക്ക് അത് VMTV ന്യൂസ് എന്നൊരു ചാനലുണ്ട്. ആ ചാനലിന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആശ്രയ. എന്തായാലും നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ 500 രൂപയ്ക്ക് മുതലാകുന്ന ഒരു സാധനമാണ് അതിനകത്തുള്ളത്. അതും പറയൂല. അതും സർപ്രൈസ് ആണ്. അതെ. മൊത്തത്തിൽ സർപ്രൈസ് ആണ്. ശരിക്കും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു കൂപ്പൺ ഉണ്ട്, ആശ്രയ സമ്മാന പരിപാടിയുടെ. ആ കൂപ്പണാണ് ഞങ്ങൾ ഈ ഒരു ഇതില് ഉൾപ്പെടുത്തി. ഇപ്പൊ സംഗതി ഇവിടെ കിട്ടി. കാര്യം മനസ്സിലായി? ഇപ്പൊ മനസ്സിലായി. ബിലു, ഞാൻ പറഞ്ഞ ആളിതാ മുന്നിൽ കൊണ്ട് തന്നേക്കുകയാണ്. ശരിക്കും പറഞ്ഞ ഒരുപാട് ചോദിക്കാനുണ്ട്. കാരണം 500 രൂപയ്ക്ക് ഒരു വീട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഏകദേശം പിടിയിട്ട് എന്താ സംഭവം. പിന്നെ ഇനി ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ വളരെ കടൽ പോലെ കിടക്കുകയാണ്. സാർ എന്താ സാറേ 500 രൂപയ്ക്ക് ഇദ്ദേഹം ഈ വീട് കൊടുക്കുന്നതിന്റെ കാര്യം? അല്ല, അദ്ദേഹം കൊടുക്കുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ചോദിക്കുക. ഞാൻ അതാണ് മുന്നേ ഇവിടെ ആളിനെ കൊണ്ടുവന്നത്. ഒന്നാമത്തെ ചോദ്യം, ശരിക്കും പറഞ്ഞാൽ ഇത്ര നല്ലൊരു ഏരിയ, ഏകദേശം ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഹൈവേന്ന് ഏകദേശം 1 കിലോമീറ്റർ, മണിമലയാറിൽ നിന്നും ഏകദേശം ആ ആറിന്റെ ഒരു സൈഡ് 50 മീറ്റർ അകത്തോട്ട്. ഇത് ശരിക്കും നമ്മുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആശ്രയ സമ്മാന പെരുമഴ അല്ലേ? വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആശ്രയ സമ്മാന പെരുമഴ എന്നൊരു സ്കീമാണ്. അത് നമ്മളെ VMTV ന്യൂസ് ആണ് ഇത് നടത്തി വരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായാണ് ഇദ്ദേഹത്തിന് ആശ്രയ കിറ്റ് കൊടുക്കുന്നത്. ഒരു കിറ്റ്. അതുപോലെ നമുക്ക് അടുക്കളയ്ക്ക് വേണ്ടുന്ന സാധനമാണ് ആ കിറ്റിലുള്ളത്. അത് എന്താണെന്നുള്ളത് ഞങ്ങൾ പറയൂല. സർപ്രൈസ്. ടോക്കൺ എടുത്താലേ അറിയാൻ പറ്റും. അപ്പൊ ടോക്കൺ എടുക്കണം. ഈ 500 രൂപയുടെ ആ ഒരു ഗിഫ്റ്റിന്റെ ഉള്ളിലാണ് ടോക്കൺ. ആശ്രയ സമ്മാന പെരുമഴ ടോക്കൺ. അപ്പൊ ഈ ടോക്കൺ എടുക്കുന്ന അല്ലെങ്കിൽ ഈ ഗിഫ്റ്റ് എടുക്കുന്ന എല്ലാവർക്കും, അതെ എല്ലാവർക്കും ആ ഒരു ടോക്കണും ഗിഫ്റ്റും കൊടുക്കും. അങ്ങനെയാണ്. മനസ്സിലായോ? മനസ്സിലായി. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ഒരു വീട്? ഇത് ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിനടുത്ത്. 2000 സ്ക്വയർ ഫീറ്റ്. എത്ര ബെഡ്റൂം ഒക്കെ? ഇത് 3 ബെഡ്റൂം ഉണ്ട്. 3 ബെഡ്റൂം ഉണ്ട്. ഒരു ഹാളുണ്ട്, വിസിറ്റിംഗ് ഏരിയ ഉണ്ട്, ഡൈനിങ് ഏരിയ ഉണ്ട്, കിച്ചണ്,
എല്ലാം അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയും ഉള്ള. ഫെസിലിറ്റീസും ഉള്ള. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ പണികൾ പൂർത്തിയാക്കാനുണ്ടോ? അത് കുറച്ച് പണികൾ പൂർത്തീകരിക്കാനുണ്ട്. ഇതിന്റെ ടൈൽ വർക്കുകൾ തീരാനുണ്ട്. കതകും ജനലുകളും മാത്രം തീരാനുണ്ട്. ബാക്കിയെല്ലാം തീർന്നു കിടക്കും. അപ്പൊ അതെല്ലാം തീർത്ത് ബിലുവിന് കിട്ടിയാ കൊടുക്കും. അദ്ദേഹത്തിന്റെ അഭിപ്രായം പോലെ അദ്ദേഹത്തിന് താല്പര്യമെങ്കിൽ കൊടുക്കും. താല്പര്യപ്പെട്ടിട്ട് കാര്യമില്ല, എനിക്ക് മനസ്സിലായ എന്തെന്നുള്ളത്. ഓക്കെ, എടുക്കണം, ഗിഫ്റ്റ് എന്തായാലും നമ്മൾ എടുക്കും. ഇത് ഇദ്ദേഹം പറഞ്ഞ കാര്യവും അതോടൊപ്പം തന്നെ സാർ പറഞ്ഞ കാര്യവും വെച്ച് നോക്കുകയാണെങ്കിൽ പൊതുജനങ്ങളിലേക്ക് ഒരു കാര്യം കൂടി ബോധവൽക്കരിക്കുകയാണ്. നമ്മൾ ഈ അടുത്ത സമയത്തൊക്കെ ഇടയ്ക്ക് നിരവധി ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സമ്മാന കൂപ്പണെന്നും അല്ലെങ്കിൽ ലക്കി ഡ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തൊന്നും ശരിക്കും ചില കാര്യങ്ങളൊന്നും ജെനുവിനിറ്റി ഇല്ലാന്ന് പോലും നമുക്കത് വ്യക്തമായി കഴിഞ്ഞു, അല്ലേ? ഇത് മാത്രമല്ല, മറ്റനേകം സമ്മാനങ്ങളുണ്ടല്ലേ, എന്തൊക്കെയാണെന്ന് പറയും. ഒന്നാം സമ്മാനം ഈ വീടാണ്. 2000 സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന ഈ വീടാണ്. രണ്ടാം സമ്മാനം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നോവ കാർ. മൂന്നാം സമ്മാനം അതുപോലെ തന്നെ പുതിയതല്ല, പഴയതാണ്, ഓൾട്ടോ കാർ. നാലാം സമ്മാനമായി കൊടുക്കുന്നത് ഒരു സ്കൂട്ടറാണ്, അത് പുതിയതാണ്. ഓക്കെ. അടുത്ത സമ്മാനം കൊടുക്കുന്നത് 10 പേർക്ക് ഗോൾഡ് കോയിനാണ്. 25 പേർക്ക് സീലിംഗ് ഫാൻ. ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷമം പറഞ്ഞാൽ ഈ ചെട്ടിന്റെ ഒരു നമുക്ക് എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ ഉണ്ടാവാറുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ചേട്ടൻ ആ ഒരു വീട് മനസ്സ് നിറഞ്ഞു തന്നെയാണ് ഇതൊരു സമ്മാന പദ്ധതിയിലൂടെ അദ്ദേഹം കൊടുക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ വലിയ സമ്മാനം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 2000 സ്ക്വയർ ഫീറ്റിലൊരു വീട്, അതോടൊപ്പം താഴെ ഒരു ബെഡ്റൂം ഉണ്ട്, മുകളിൽ 2 ബെഡ്റൂം, ലിവിംഗ് റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, നല്ല കിഡിലൻ മോഡേൺ കിച്ചൺ ഉൾപ്പെടെയുള്ള നല്ല കിഡിലൻ ഒരു വീടാണ്. ഏകദേശം കുറച്ച് പണികളും കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഈ വീട് സന്തോഷത്തോടു കൂടി തന്നെ കൊടുക്കുകയാണ്. നമുക്ക് ഈ സമ്മാന കൂപ്പൺ സ്പോൺസർ ചെയ്യുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ട്രസ്റ്റ് ഇവിടെയുള്ള 3-4 പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനൊരു സാഹചര്യവും ഇതുവഴി എല്ലാവരും നമ്മുടെ മാന്യ പ്രേക്ഷകരോടാണ് ഇപ്പൊ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു 500 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എല്ലാവരുടെ കയ്യിലും അവൈലബിൾ ആണ് 500 രൂപ. ഈ 500 രൂപ കൊണ്ട് നമുക്ക് നേടാൻ പോകുന്നത് ഒരുപാട്, ഒരു വലിയ വീട്, അതോടൊപ്പം ഒരു കാറ്, അതോടൊപ്പം ഒരുപാട് സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സമ്മാന പദ്ധതിയിൽ എന്റെ മാന്യ പ്രേക്ഷകർ എല്ലാവരും, ഞാനുൾപ്പെടെ എന്തായാലും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കണമെന്നാണ് ഞാനും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഗിഫ്റ്റ് ചേട്ടനും പറഞ്ഞ. അതായത് ഇതിൽ തന്നെ VMTV ന്യൂസിന്റെ സ്റ്റിക്കർ ഉണ്ട്, അതോടൊപ്പം ഓഫീസ് എല്ലാ കോൺടാക്ട് നമ്പറും ഉണ്ട്, മെയിൽ ID. ഈ നമ്പറിലൊക്കെ നമുക്ക് എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആണ്. 24 മണിക്കൂറും വിളിക്കാം. 6ഓളം സ്റ്റാഫുകളുണ്ട് ഇതിനു വേണ്ടി കസ്റ്റമർ കെയർ പ്രവർത്തിക്കുന്നുണ്ട്. 6 പേരാണ് ഒരേ കണക്ക് 24 മണിക്കൂർ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ സംശയങ്ങളും എൻക്വയറിയും ടോക്കനും ഒക്കെ ഇവിടുന്ന് മേടിക്കാം. ഇതിനകത്തിരിക്കുന്ന ഐറ്റം അത് ടിക്കറ്റ് എടുത്തേക്ക് മാത്രമേ അറിയാൻ പറ്റൂ. എന്തായാലും നിങ്ങൾക്ക് ആയുഷ്കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ആണോ? ചീത്തയായില്ലേ കേട്ടമ്മ? ഇതിനകത്തിരിക്കുന്ന ഐറ്റം ആയുഷ്കാലം ഉപയോഗിക്കാം, അങ്ങനെയുള്ളൊരു ഐറ്റമാണ്. പക്ഷെ ടിക്കറ്റ് എടുത്തേക്ക് മാത്രമേ ഈ ഒരു ഐറ്റം എന്താണ് എന്നുള്ളത് അറിയാൻ പറ്റൂ. പിന്നെ നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നത് ആശ്രയ സമ്മാന പെരുമഴ കൂപ്പണാണ്. ആ കൂപ്പണിൽ ഇതേപോലെ പേരെഴുതുന്നുണ്ട്, ഫോൺ നമ്പർ, അതേപോലെ എല്ലാ അതേപോലെ 301 എവിടെ പോയി? പോയി 301 പോയി. ചുമ്മാ 301 പോയി. 302 ടോക്കണാണ്. ഓക്കെ, ഓൾറെഡി ടിക്കറ്റുകളും അല്ലെങ്കിൽ ടോക്കണുകളും എല്ലാം തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വളരെ സ്പീഡായിട്ട്, അല്ലേ? ഇതിൽ അമ്മ ഇവിടെ വന്ന ആളായത് കൊണ്ടാണ് ഞങ്ങള് എന്നാലും ഇതില് ഈ ഒരു പോർഷൻ ഇങ്ങനെ കീറിയെടുക്കുന്നു. ഇത് വെച്ചോ ബലു, ഇത് വെച്ചിട്ട് ഈ സാധനം അമ്മ നോക്കണം. ഇത് 302. അതേപോലെ ഇത് അമ്മ പറയൂ എത്രയാണ്? 302. ഈ 302 ഇനി അമ്മയ്ക്ക് അർഹതപ്പെട്ടതാണ്. നമ്മൾ ഞറുക്കെടുപ്പ് നടത്തുന്ന സമയത്ത് ഇത് അതിനെയാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അതിൽ ഉൾപ്പെടുത്തി 302 വീണ് കഴിഞ്ഞാൽ ഒന്നാം സമ്മാനമാണെങ്കിൽ ഈ വീട് കിട്ടിയിരിക്കും കേട്ടോ. പിന്നെ ഞറുക്കെടുപ്പ് എന്ന് പറയുമ്പോൾ ഒളിച്ചുകൊണ്ടല്ല നമ്മൾ നടത്തുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരെ എല്ലാം വിളിച്ച് VMTV ന്യൂസിന്റെയും മറ്റ് ചാനലുകളെയും തീർത്തും സുതാര്യമായിട്ടായിരിക്കും. അല്ലാതെ VMTV ന്യൂസിന്റെ ചാനൽ മാത്രമല്ല, എല്ലാ ചാനലുകളെയും ഉൾപ്പെടുത്തി സുതാര്യമായിട്ട് തന്നെ ആയിരിക്കും ഞറുക്കെടുപ്പ് നടത്തുന്നത്. എന്തായാലും സ്ഥലം ഞങ്ങൾ വഴിയെ അറിയിക്കും. അതെ.
മനുഷ്യന്റെ കഷ്ടപ്പാട് മുഴുവനുമാണ് ഈ പറയുന്നതെങ്കിലും അദ്ദേഹം അത്രയും നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് അദ്ദേഹം ഇത് കൊടുക്കാൻ തയ്യാറാവുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു നമ്മുടെ ട്രസ്റ്റിന്റെ ഈ ആശ്രയ സമ്മാന പെരുമഴയിലൂടെ വീടില്ലാത്തവരുണ്ടാകും, വീടുള്ളവരുണ്ടാകും, ഒരു വീട് എന്ന സ്വപ്നവുമായി നടക്കുന്നവരുണ്ടാവും. അപ്പൊ അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഒരു ഭാഗ്യം തേടി എത്തട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു.